കനവിൽ വിരിയുന്നേ മനസ്സിൽ നിറയുന്നേ കനവിൽ വിരിയുന്നേ മനസ്സിൽ നിറയുന്നേ. നമസ്കാരം. ഓണം ഇങ്ങെത്തി. നാടെങ്ങും തകൃതിയായിട്ട് ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി സ്കൂളുകളിലും കോളേജിലും ഒക്കെയാണ് ഭയങ്കര സെലിബ്രേഷൻസ് നമ്മൾ കാണാറ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ക്രിയേറ്റീവായിട്ട് ഒരു ഓണാഘോഷമാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ആൽബം തന്നെയാണ് ഈ ഓണത്തിന് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെ പെർഫോം ചെയ്ത് അധ്യാപകൻ തന്നെ സംവിധാനം ചെയ്ത് മൊത്തം ഈ ഒരു VHSC ടീമിൻ്റെ NSS യൂണിറ്റിൻ്റെ ഒരു ടീമിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവർ തന്നെ നമ്മളോട് പറയും. ചിങ്ങപ്പുലരി 2026 എന്ന് പറഞ്ഞ ഒരു ആൽബം സോങ് ആണ് നമുക്ക് വേണ്ടിയിട്ട് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സർ VHSCയുടെ പ്രിൻസിപ്പൽ ഇവിടെ ഉണ്ട്. സർ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജെൻസി കാലത്ത് നമ്മുടെ കുട്ടികളുടെ നേതൃത്വത്തിൽ VHSC NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സംവിധാനത്തിലും അതുപോലെ രചനയിലും അതുപോലെ സംഗീത സംവിധാനത്തിലും ഒക്കെ തയ്യാറാക്കിയ ഒന്നാം വർഷ കുട്ടികളും രണ്ടാം വർഷ കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഓണം ആൽബം ആണ് ഇന്ന് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓണ ആഘോഷ ദിവസങ്ങളിൽ ആണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൂർണ്ണമായും നമ്മുടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു ആൽബം തയ്യാറാക്കിയിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിൽ ട്രെൻഡിനോടൊപ്പം കുട്ടികളുടെ ട്രെൻഡിനോടൊപ്പം ജെൻസി ട്രെൻഡിനോടൊപ്പം നിൽക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആൽബം തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഇവിടെ NSSന്റെ സാർ ഉണ്ട്. സാർ തന്നെയാണ് ഈ ആൽബത്തിന്റെ സംവിധായകൻ. അപ്പോൾ സാർ എന്ത് പറയുന്നു? ഈ ഓണാഘോഷം നമ്മൾ ഓണത്തിൻ്റെ ശീലുകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ വരികളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. പക്ഷേ അതിൻ്റെ താളം മാത്രം നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഇതിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ തലമുറകളെ കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനും അതുപോലെ ഓണാഘോഷത്തിൻ്റെ മുഴുവനായിട്ട് പങ്കാളികളാക്കാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തത്. അപ്പം എന്തായാലും അത് വളരെ നല്ല രീതിയിൽ തന്നെ വന്നതിൽ കുട്ടികളും നന്നായിട്ട് സഹകരിച്ചു. എല്ലാം നല്ല രീതിയിൽ വന്നതിൽ സന്തോഷമുണ്ട്. ഈ ജെൻസി ഓണത്തിൻ്റെ ഒരു ഐഡിയ എവിടുന്നായിരുന്നു ഈ ഒരു പാട്ടിൻ്റെ? ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണപ്പാട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ റീൽസുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എപ്പോഴൊക്കെ ആ ഒരു പരമ്പരാഗത ഒരു താളം മാത്രമേ ഉള്ളൂ. അതൊന്നും വ്യത്യസ്തമായിട്ട് വേറിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ ദീപക് സാറാണ്. അദ്ദേഹം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു വളരെ ഫാസ്റ്റായിട്ട്. ഈവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റെപ്പ് ഇടാൻ പോലും ആദ്യം കുറച്ച് കൊറിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവരത് പിക്ക് ചെയ്തു. നമ്മൾ കൊറിയോഗ്രാഫിക്കായിട്ടൊരു ആളെ കൂടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സഹായം കൊണ്ട് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തു. ഓക്കെ, അപ്പം എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു സക്സസിന് കാരണം. ഓക്കെ, ഇതിൽ മെയിൻ റോള് ചെയ്തിരിക്കുന്ന 2 കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ കണ്ടു ആ ആൽബം. വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം, നിങ്ങളുടെ ഡാൻസും നന്നായിട്ടുണ്ട്. എന്താണ് ഇതിനെ കുറിച്ച് പറയാറ്? സാറുമാരുടെ പ്രോത്സാഹനം തന്നെയായിരുന്നു ഞങ്ങൾ ഈ ഡാൻസിനെ കൂടാൻ കാരണം. അത് കാരണം ഞങ്ങൾ നന്നായി കളിച്ചു. ഇപ്പോൾ ആൽബം റിലീസായി കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ല സന്തോഷമുണ്ട്. വിചാരിച്ചതിനെക്കാളും നന്നായിട്ട് വീഡിയോ കണ്ടു. നല്ല സന്തോഷം. ഇതിൻ്റെ ഒരു ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഭയത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച മാതിരി നല്ല ഹൈപ്പായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ സാറുമാരായാലും നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് നിന്നിട്ടുണ്ട്. പിന്നെ അടിപൊളിയാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ബാക്കി NSSന്റെ സ്റ്റാഫ് ഉണ്ട്. എന്ത് പറയുന്നു? ഞാൻ NSSന്റെ സ്റ്റാഫല്ല. ഇവിടെ 18 വർഷമായി കൊപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഓണത്തിന് മലയാളികൾക്ക് ജാതി മതഭേദം തന്നെ വലിയൊരു ആഘോഷമാണല്ലോ ഓണം. അപ്പോൾ അതിന് നമ്മുടെ സ്കൂൾ NSS യൂണിറ്റ് ഇത്തരമൊരു ഗാനം ഒരുക്കിയതിൽ വളരെ സന്തോഷമാണ്. ഓക്കെ, നമ്മളുടെ HSന്റെ പ്രിൻസിപ്പളാണ് മിനി ടീച്ചർ. എന്ത് പറയുന്നു VHSലെ കുട്ടികളുടെ ഒരു? VHSC വിഭാഗത്തിൻ്റെ NSS യൂണിറ്റിൻ്റെ ഒരു പ്രത്യേക സംരംഭം തന്നെയാണിത്. വളരെ നല്ല ഒരു വീഡിയോ, ഈ കാലഘട്ടത്തിനനുസരിച്ച ഒരു വീഡിയോ തന്നെയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുട്ടികൾക്കും, അത് അവർക്ക് പ്രോത്സാഹനം നൽകിയ അധ്യാപകർക്കും അഭിനന്ദനം. സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്. അപ്പോൾ എന്ത് പറയുന്നു കുട്ടികളുടെ ഒരു? ഓണം എന്ന് പറഞ്ഞാൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് VHSലെ NSS യൂണിറ്റ് ഒരുപാട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു യൂണിറ്റാണ്. എന്നും വ്യത്യസ്തമായ പരിപാടികൾ ചെയ്യുന്നൊരു യൂണിറ്റാണ് ഇവിടുത്തെ VHSC NSS യൂണിറ്റ്. അപ്പോൾ ഈ വർഷം അവർ തിരഞ്ഞെടുത്ത ഇവിടുത്തെ അധ്യാപകർ ബിജുദാസ് മാഷ് ആണ് അതിൻ്റെ കോർഡിനേറ്റർ. സാറ് സംവിധാനം ചെയ്ത്
അതുപോലെ തന്നെ നിയാസ് മാഷ് രചന, നല്ല വരികൾ. ഞാൻ നിയാസ് ഓട്ടി എന്നുള്ള പേര് കണ്ട മാഷ് ഉള്ളിൽ ഇത്ര മാത്രം വലിയൊരു കഴിവുണ്ടെന്നുള്ളത് ആ വരികളിലൂടെ ശരിക്കും സമത്വം സാഹോദര്യം ഒക്കെ കാണിക്കുന്ന ഒരു വരികൾ. അതോടൊപ്പം ദീപക് സാർ പിന്നെ ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ആണ് ഇത് നന്നാക്കിയിട്ടുള്ളത്. കുട്ടികൾ അതിനനുസരിച്ച് നല്ലൊരു കൊറിയോഗ്രാഫി. ഇതൊരു തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒരു ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് പറ്റുന്ന അടിപൊളി ഒരു മ്യൂസിക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു സംരംഭം. ഇതിന് എല്ലാവിധ ആശംസകളും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നൽകുന്നു. ഈ ഒരു മ്യൂസിക് നമ്മൾ കണ്ടു, ജെൻസി ഓണപ്പാട്ടിൻ്റെ. അതിൻ്റെ ലിറിക്സ് ഇവിടുത്തെ തന്നെ സാറായിരുന്നു. സാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഈ ഒരു ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മുമ്പ് പല സ്കൂളുകളിലും അതേപോലെ ചെയ്തിട്ടും അതൊരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ലിറിക്സൊക്കെ എഴുതും, പക്ഷേ അവസാനം ഇതൊന്നും സെറ്റാവില്ല. അപ്പോൾ ഇവിടെ ഒരു സെറ്റായതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കൊറിയോ ബാക്കി അണിയറ പ്രവർത്തനത്തിലുണ്ടായിരുന്ന അധ്യാപകർ നമ്മൾ കൂടെ ഉണ്ട്. എന്ത് പറയും? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഓണാഘോഷത്തിൻ്റെ രീതി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഓണപ്പാട്ട് നമ്മളുടെ ഒരു ടീമിൻ്റെ വകയായിട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് അതിൻ്റെ കോറിയോഗ്രാഫി ചെയ്തത്. അവളൊന്ന് വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നന്നായി നമ്മുടെ കുട്ടികളെ അബ്സോർബ് ചെയ്തു. നമ്മുടെ ടീമിൻ്റെ ഭാഗമായി ഈ ഒരു ഓണത്തിനൊരു ഓണസമ്മാനം ഒരുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ഓണം. വളരെ സന്തോഷം. ഇത് VHSC NSS ടീമിൻ്റെ ഒരു പ്രൊഡക്റ്റായി വന്നത്. ഇവിടുത്തെ അധ്യാപകരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ കുട്ടികൾ വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. ഈ ഓണം ചിങ്ങപ്പുലരി 2026 വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വളരെ അഭിനന്ദനം മാത്രം പറയുന്നു. ഈ ഒരു ഓണപ്പുലരി ചിങ്ങപ്പുലരി 2026 ഈ ജെൻസി ഓണപ്പാട്ട് ട്രെൻഡിങ് ആയി മാറട്ടെ. കൊപ്പം സ്കൂളിലെ VHSC ഡിപ്പാർട്ട്മെൻറ്റിനും NSS ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നിങ്ങൾ 24 ലൈവിനൊപ്പം ക്യാമറാമാൻ രാഹുലിനൊപ്പം രഹ്ന തബ്സ. പാട്ടിൻ സുന്ദര മൃദുമേളം, ഓണക്കാറ്റിൻ ചെഞ്ചല സ്വരതാളം, കനവിൽ വിരിയുന്നേ മനസ്സിൽ നിറയുന്നേ, ചേരൂറും നറുചേലകളണിയും ചെറുകരമാൻമിഴി കന്യകമാരി വരും. കനവിൽ വിരിയുന്നേ മനസ്സിൽ നിറയുന്നേ, പൂവേ പൊലിയുടെ ആരവമെങ്ങും ഓണനിലാവിലലിഞ്ഞേ, മാനുഷരൊന്നായി വാണൊരു കാലം ഓർമ്മയിൽ മോദമുണർത്തിടുന്നേ. ചിങ്ങപ്പുലരി വന്നേ, എങ്ങും ഓണപ്പാട്ടിൻ തുടിയുണർന്നേ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.